ഓപ്ഷൻ ഗ്രീക്സ് പെട്ടെന്നൊന്ന് പഠിച്ചാലോ? എങ്ങനെ ഇരിക്കും? ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത് നമുക്ക് 5 എണ്ണമാണുള്ളത്. ഡെൽറ്റ, തീറ്റ, ഗാമ, വേഗ ആൻഡ് റോ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആകുമോ? അയ്യോ ഇതൊക്കെ എങ്ങനെ ഞാൻ പഠിക്കും? നമുക്കിത് സിമ്പിൾ ആയിട്ടൊന്ന് പഠിക്കാം. ഇമാജിൻ നമ്മളൊരു കാർ ഓടിക്കുവാന്ന് വിചാരിച്ചോളൂ. ഈ കാറിനകത്ത് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മുടെ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ കാറിന്റെ സ്പീഡാണ്. തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ കാറിന്റെ ഫ്യുവൽ ടാങ്ക്. ഗാമ എന്ന് പറയുന്നത് നമ്മുടെ കാറിന്റെ ആക്സിലറേറ്റർ ആണ്. വേഗ എന്ന് പറയുന്നത് നമ്മുടെ റോഡിന്റെ കണ്ടീഷനുമാണ്. റോ എന്ന് പറയുന്നത് നമ്മൾ കാറിനകത്ത് AC ഇട്ടിരിക്കുകയാണോ അല്ലയോ എന്നുള്ളതാണ് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ആദ്യം തന്നെ ഡെൽറ്റ എന്തുവെന്നുള്ളത് നമുക്ക് നോക്കാം. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ കാറിന്റെ സ്പീഡ്. അതായത് നിഫ്റ്റി ഒരു 100 പോയിന്റ്സ് മണ്ടക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം എത്ര സ്പീഡിലാണ് മണ്ടക്കോട്ട് പോകുന്നത് എന്നാണ് ഡെൽറ്റ കാണിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഗാമ. ഗാമ എന്താണ് കാണിക്കുന്നത്? നിഫ്റ്റി ഒരു 100 പോയിന്റ്സ് മണ്ടക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എത്ര സ്പീഡിൽ മണ്ടക്കോട്ട് പോകും, അതായത് നമ്മുടെ കാറിന്റെ ആക്സിലറേറ്റർ കൊടുത്താലല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ. അതാണ് ഗാമ കാണിക്കുന്നത്. അതായത് നിഫ്റ്റി ഡെൽറ്റ പോയിന്റ്സ് എത്ര മണ്ടക്കോട്ട് പോകും എന്നുള്ളതാണ് ഗാമ കാണിക്കുന്നത് നമ്മളെ. തീറ്റയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ കാർ ഓഫ് ആക്കിയിട്ടാലും ഈ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ കത്തിക്കൊണ്ടേയിരിക്കും. അതാണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ടൈം ഡീക്കേ ആണ്. അതായത് ടൈം പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്യൂവൽ കത്തിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ പ്രീമിയത്തിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. വേഗ എന്താണെന്നുള്ളത് നോക്കാം. ഹലോ, ഐ ആം ഗോപാൽ ഗോയിങ് അറ്റ് എ കാർ അറ്റ് 100 km/h. പക്ഷേ റോഡിൽ മൊത്തം വെള്ളമാണ്, മറിഞ്ഞടിച്ച് വീഴും. അതാണ് വേഗ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻഡെക്സിന്റെ വോളറ്റിലിറ്റിയാണ് വേഗ കാണിക്കുന്നത്. ഓപ്ഷൻ ഗ്രീക്സ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളുക.